വിദേശ മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കയറ്റുമതി ചെയ്യാൻ സാധ്യതകൾ ഏറെയുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ഉള്ള നിർദ്ദേശം കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതിനുവേണ്ട സഹായം നൽകുന്നതിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നതുമാണ്. ഇതോടെ കേരളം ഒരു മദ്യ ഉപഭോഗ കേന്ദ്രം മാത്രമല്ല, മദ്യ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം കൂടിയാവുകയാണ്. കേരളത്തിൽ നിന്ന് വിദേശത്തേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മദ്യ കയറ്റുമതി നിലവിലില്ല. പല വിദേശ രാജ്യങ്ങളിലും ചേക്കേറിയ മലയാളികൾ കേരളത്തനിമയുള്ള മദ്യ ബ്രാൻഡുകൾ പുറത്തിറക്കി ഹിറ്റാക്കിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മഹാറാണി ജിൻ. ഈ സാധ്യതയിലേക്കാണ് സംസ്ഥാന സർക്കാരിന്റെ കണ്ണ്. കേരളത്തിന്റെ തനത് മദ്യ ബ്രാൻഡുകളുടെ കയറ്റുമതി. ഈ രംഗത്ത് വൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. സമിതി വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ കയറ്റുമതി സാധ്യമാക്കാൻ നിലവിലെ നിയമങ്ങൾ പൊളിച്ചെഴുതാനുള്ള ശുപാർശയുമുണ്ട്. മദ്യ കയറ്റുമതിക്കുള്ള NOC എടുത്തു കളയണമെന്നതാണ് ഒരു ശുപാർശ. മദ്യം നിർമ്മിക്കാനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും മദ്യവും കൊണ്ടുപോകുമ്പോൾ എക്സൈസ് ഗാർഡ് വേണ്ടെന്ന് വെക്കണം. എക്സ്പോർട്ട് ലേബൽ അപ്രൂവൽ ഫീസ്, പാസ് ഫീസ്, ബ്രാൻഡ് രജിസ്ട്രേഷൻ ഫീസ് എന്നിവ ഒഴിവാക്കണം. കേരളത്തിലെ ഡിസ്റ്റിലറികളുമായി സഹകരിച്ച് പുറത്തുള്ളവർക്ക് മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഡിസ്റ്റിലറി ലൈസൻസ് സംവിധാനം ഒഴിവാക്കണമെന്നതാണ് മറ്റൊരു ശുപാർശ. ഈ ഇളവുകൾ വഴി കൂടുതൽ മദ്യബ്രാൻഡുകൾ വിപണിയിലെത്തുമെന്നാണ് കരുതുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 17 ഡിസ്റ്റിലറികളുണ്ട്. ഇവയുടെ പകുതി ശേഷി മാത്രമാണ് ഉപയോഗിക്കുന്നത്. മദ്യ കയറ്റുമതി ആരംഭിക്കുന്നതോടെ കൂടുതൽ ബ്രാൻഡുകൾ വരികയും അതുവഴി ഖജനാവിലേക്ക് കൂടുതൽ വരുമാനം വരികയും ചെയ്യുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.